Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വണ്ടർഷൈൻ്റെ Dr.Fone എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ കറക്റ്റ് ടൈമിലാണുള്ളത്. അതായത് ഇപ്പം ഐഫോൺ 12 ഇറങ്ങി. അപ്പം കുറേ അധികം ആൾക്കാർ ഐഫോൺ 12ലേക്ക് സ്വിച്ച് ചെയ്യുന്നവരും അപ്ഗ്രേഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പഴയ ഐഫോണിൽ നിന്ന് പുതിയ ഐഫോണിലേക്ക് മാറുന്നവരുണ്ടാകാം. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ നിന്നും ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ധാരാളം കൂട്ടുകാരുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ വണ്ടർഷൈൻ്റെ Dr.Fone എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വണ്ടർഷൈൻ്റെ Dr.Foneൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഉപകാരപ്പെട്ട Dr.Foneൻ്റെ ഫോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു ഫീച്ചറിനെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം 4 ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ iOS to iOS ഡേറ്റ ട്രാൻസ്ഫർ, iOS to ആൻഡ്രോയിഡ് ഡേറ്റ ട്രാൻസ്ഫർ, ആൻഡ്രോയിഡ് ടു iOS, ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ്. ഇത്രയും ഡേറ്റ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഇത്രയും ഡിവൈസുകൾ തമ്മിൽ നമുക്ക് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് കോൺടാക്ട് ട്രാൻസ്ഫർ ചെയ്യാം, SMS, ഫോട്ടോസ്, വീഡിയോസ്, മ്യൂസിക്സ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപകാരപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നവർക്കായിരിക്കും. കാരണം ആൻഡ്രോയിഡിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കപ്പ്, എസ്പെഷ്യലി വാട്സാപ്പിൻ്റെ ഒക്കെ ബാക്കപ്പ് അല്ലെങ്കിൽ വാട്സാപ്പ് ഡേറ്റാസ് ഒന്നും നിങ്ങൾക്ക് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് രണ്ട് പ്ലാറ്റ്ഫോമാണ്, ഐക്ലൗഡ് അതേപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വാട്സാപ്പ് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ ഇവിടെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ധാരാളം മാനുഫാക്ചേഴ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. iOS 14 സപ്പോർട്ടും ആൻഡ്രോയിഡ് 11 സപ്പോർട്ടഡ് ആണ്. അതോടൊപ്പം തന്നെ ഞാൻ എന്താ പറഞ്ഞ ആൻഡ്രോയിഡ് ടു iOS ടു iOS ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്കിതെല്ലാം സാധിക്കും. പിന്നീട് താഴേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഇത് തമ്മിലുള്ള കമ്പാരിസൺ, സാംസങ് സ്മാർട്ട് സ്വിച്ച്, മൂവ് ടു iOS, അതേപോലെ തന്നെ ഈ ഒരു ഫോൺ ട്രാൻസ്ഫർ തമ്മിലുള്ളൊരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സൈറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ട്രയൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈസിങ് ഇതിവിടെ മാക്കിനുണ്ട് വിൻഡോസിനുണ്ട്. അപ്പോൾ വിൻഡോസ് യൂസേഴ്സിന് ഇവിടെ നിന്ന് നമുക്ക് വിൻഡോസിനുള്ള ഡൗൺലോഡ് ചെയ്യാം, മാക് യൂസേഴ്സിന് മാക്കിനുള്ളതും. അതേപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് പെയ്ഡ് ആപ്പാണ്. അത്ര അത്യാവശ്യമാണെന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും, അതായത് എസ്പെഷ്യലി ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വരുന്നവർക്കായിരിക്കും തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പം അത്ര അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. പിന്നെ ഐഫോൺ ടു ഐഫോൺ യൂസേഴ്സിനാണെങ്കിൽ ഞാൻ കൂടുതൽ പറയേണ്ട, നമുക്ക് വാട്സാപ്പ് ഡേറ്റാസ് അല്ലെങ്കിൽ അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ 5GB iCloud സ്റ്റോറേജ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് iCloud ബൈ ചെയ്യാവുന്നതാണ്. iCloudൻ്റെ 50GB ബൈ ചെയ്ത് അതിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ വണ്ടർഷൈൻ്റെ Dr.Fone എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇതിൽ ധാരാളം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ടും ഫോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറാണ്. അതേപോലെ ഇതിൽ മുമ്പ് സൂചിപ്പിച്ച വാട്സാപ്പ് ഡേറ്റ ട്രാൻസ്ഫർ, അതിവിടെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഫോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ വൺസ് നമ്മുടെ 2 ഡിവൈസുകളും ലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം iPhone 7ഉം iPhone 5s ആണ് ഞാൻ അവിടെ കണക്ട് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിപ്പെൻഡിങ് ഓൺ യുവർ ഡിവൈസ് സ്റ്റോറേജ്, നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് അനുസരിച്ച് ഇപ്പം 128 256 512 ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ടൈം എടുക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലോഡാകാൻ. കാരണം ഈ പറഞ്ഞ ഡേറ്റ സൈസ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ അത്രയും ഡേറ്റ ഫെച്ച് ചെയ്യാൻ കുറച്ച് താമസം എടുക്കും. പിന്നീട് നിങ്ങൾക്ക് സെൻറ്ററിൽ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെയാണ് നമുക്ക് കാറ്റഗറീസ് കൊടുത്തേക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയറിയാം കോൺടാക്ട്സ്, ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങളെല്ലാം കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോഴ്സ് ഫോണായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ iPhone 7 ആണ്. 7ൽ നിന്ന് iPhone 5sലേക്കാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കോൺടാക്ട് സെലക്ട് ചെയ്തു, ടെക്സ്റ്റ് മെസ്സേജ്, അതേപോലെ നോട്ട്, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ വൺസ് ഇതെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ പഴയ ഐഫോണിൽ നിന്ന് പുതിയ ഐഫോണിലേക്ക് ഇതുപോലത്തുള്ള ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iCloud സ്റ്റോറേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും iCloudൽ ബാക്കപ്പ് എടുത്താൽ മതി. അത് വൈഫൈ വെച്ച് ബാക്കപ്പ് എടുക്കണമെന്നുള്ളൂ. വൈഫൈ വെച്ച് ബാക്കപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോൺ ട്രാൻസ്ഫർ ആപ്പിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് പോയി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.